ദൃശ്യം 3 മോഹൻലാൽ ജിത്തു ജോസഫ് സിനിമ അടുത്ത വർഷം റിലീസാണ്. അടുത്ത വർഷത്തെ ഏറ്റവും വലിയ റിലീസുകളിൽ ഒന്നാണ്. ബിഗ് ബഡ്ജറ്റ് അല്ലെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ മലയാളികൾ കാത്തിരിക്കുന്ന 2026 സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ അതിലൊന്ന്, അടുത്ത വർഷം അമ്മൻ ചിത്രങ്ങൾ ഒരുപാടുണ്ട്, അതിലൊന്ന് ദൃശ്യം 3 ആണ്. അതിന് മുമ്പ് ജിത്തു ജോസഫിന്റെ മറ്റൊരു പടം റിലീസ് ചെയ്യും. എന്തായാലും ജിത്തു ജോസഫിന്റെ ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ സിനിമ മിറാഷ് ഒരു ദുരന്ത സിനിമയായിരുന്നു. ഞാൻ ആദ്യം പോയി കണ്ടതാണ്, നമ്മൾ കറക്റ്റായിട്ട് റിവ്യൂ ചെയ്തതാണ്. OTT വന്നപ്പോൾ ഫുള്ള് ട്രോളാണ്. ഇത് ജിത്തു ജോസഫ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, പരിപ്പോടെ സിനിമകൾ ഇറക്കിയാൽ വിജയിക്കത്തില്ല എന്നുള്ളത്. എന്തായാലും അദ്ദേഹത്തിന്റെ പുത്തൻ സിനിമയുടെ ഒരു പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ജോജു ജോർജ് എന്ന് പറഞ്ഞുകൊണ്ട്. വലതുവശത്തെ കള്ളൻ എന്നാണ് സിനിമയ്ക്ക്. അത്യാവശ്യം ഒരു ക്രെഡിബിലിറ്റി ഉള്ള സിനിമയായിരിക്കാം. ഷാജി നടേശനും ജിത്തു ജോസഫും ചേർന്നാണ് നിർമ്മാണം. ജിത്തു ജോസഫാണ് സംവിധാനം. ജോജു ജോർജും ബിജു മേനോനും നല്ലൊരു താരനിരയുണ്ട്. കെട്ടുറപ്പുള്ള കഥയും നല്ല ട്വിസ്റ്റും നല്ലൊരു രീതിയിലുള്ള മുന്നേറ്റമുള്ള ഒരു നല്ല സിനിമാറ്റോഗ്രഫിയാണ്. സിനിമാറ്റോഗ്രഫി ഒക്കെ വളരെ മോശമായിരുന്നു കഴിഞ്ഞ സിനിമകളിലെല്ലാം. നമ്മുടെ ജിത്തു ജോസഫിന്റെ ഇതെല്ലാം ഒത്തു വന്നാൽ ഈ സിനിമ ഗംഭീരമാകും. കാരണം ജിത്തു ജോസഫിന് അതിനുള്ള സ്കില്ലുള്ള ഒരാളാണ്. ഇതെല്ലാം കൂടെ ഒത്തു വന്നാൽ ഈ സിനിമ വലതുവശത്തെ കൊള്ളാൻ ഗംഭീരമായിരിക്കും. റിലീസ് ഡേറ്റ് തീരുമാനമായിട്ടില്ല. ചിലപ്പോൾ ഈ വർഷം റിലീസ് ചെയ്യാം, ചിലപ്പോൾ അടുത്ത വർഷം ആദ്യമായിരിക്കാം. നമുക്ക് റിലീസ് ഡേറ്റ് കൺഫേം ആക്കിയിട്ടില്ല. പ്രൊഡക്ഷൻ ടീമിൽ നിന്ന് റിലീസ് ഡേറ്റ് കൺഫേം ആക്കിയതിനു ശേഷം നമ്മൾ കൃത്യമായിട്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും.